ഹലോ ഗേസ്, അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ത് മീനാണ്? സൂദാനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വറക്കലും പുളി വയ്ക്കലൊക്കെയാണ് പരിപാടി. ഇതിൻ്റെ തലയൊക്കെയാണ് കേട്ടോ. അത് നമ്മൾ പുളി ഇടാനാണത്. മറ്റേ ബാക്കി കഷ്ണങ്ങൾ വറക്കാനാണ് കേട്ടോ. നല്ല കഷ്ണങ്ങളാണ്, ഇതൊക്കെ വറക്കാനാണ്. ആവശ്യമുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാം കേട്ടോ. മസാല ആദ്യം വേറെ കൂട്ടുക, എന്നിട്ട് പിന്നെ ഒരുമിച്ചാക്കാം. മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. കുറച്ചിട്ടാൽ മതി, ഒരു യോജിപ്പിന് വേണ്ടിയിട്ടാണ്. മല്ലിപ്പൊടിയും കൂടെ ഇട്ടു, പിന്നെ ഉപ്പും കൂടെ ഇടാം കേട്ടോ. കുരുമുളക് പൊടിയും കൂടി വേണം. കുരുമുളക് അരച്ച് വരാം. മൊയൽക്കുട്ടീനായിട്ട് കളിക്കാൻ കേട്ടോ. പഠിക്കാനൊക്കെ ഉണ്ട്, പക്ഷെ കളിയിലാണ് ഇപ്പോൾ രണ്ടാളും. മസാല റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ കുരുമുളകും കൂടെ വേണം കേട്ടോ. കുരുമുളക് പൊടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ കുരുമുളക് അരച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ ഫുള്ള് വേണം. മസാല തിരുമ്പ് റെഡിയാക്കുകയാണ്. വന്നപ്പോൾ കൊടുക്കാം കേട്ടോ ഗുലാബ് ജാമുൻ. അപ്പോൾ അത് കഴിക്കണം. മസാലയൊക്കെ തിരിഞ്ഞ് റെഡിയാക്കി വെച്ചു. ഇനി ഒരു 15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലേ. എന്നിട്ട് എടുത്ത് വറക്കാം. സ്കൂളിട്ട് വന്നപ്പോഴേക്ക് അച്ഛമ്മ ഉണ്ടാക്കി വെച്ചതാണ്. എങ്ങനെയുണ്ടായിരുന്നു മണിക്കൂട്ട? സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും കിട്ടണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത്രേ. പിന്നെ ബാക്കി കുറച്ച് തലയും വാലൊക്കെ ഉണ്ടല്ലോ, അതിട്ട് നമുക്ക് പൊടി നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതാ മീൻ കറി ഉണ്ടാക്കണോ മീൻ വറക്കണോ ആ ആളാണ് കേട്ടോ. ഉള്ളി വെട്ടാൻ എക്സ്പേർട്ടാണ്. നോക്കട്ടെ, സ്പീഡ് കൂടെ സ്പീഡ് ആണ്ടോ? ഉള്ളി വെട്ടാൻ സൂപ്പറായിട്ട് ഉള്ളി വെട്ടോ. കണ്ടില്ലേ, കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവുന്നുള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതാ കണ്ടോ, കണ്ടോ തക്കാളിയൊക്കെ അരിയ എക്സ്പേർട്ടാണ്. കണ്ടില്ലേ, ഇത്രയും നന്നായി തക്കാളിയൊക്കെ അറിയുന്ന ആളെ കണ്ടിട്ടുണ്ടോ? ഇതാ ഒരു സൈഡിലായി കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് ഇതാ മീൻ വറക്കാനുള്ള പരിപാടിയും കൂടിയാണ് കേട്ടോ. മസാലയൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ ഇതാ 15 മിനിറ്റ് ആയി കേട്ടോ. ഇനി നമുക്കത് വറുത്തെടുക്കാം. ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഒന്നുകൂടെ കുറുകി വരാനുണ്ട്. എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലക്ഷ്മിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടില്ലേ, സൂപ്പറല്ലേ? കുറച്ച് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അരി പൊടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് പൊടിയൊക്കെ എടുത്ത് പുട്ടൊക്കെ ഉണ്ടാക്കി. ചോറ് വെച്ചാൽ പിന്നെ അത് ബാക്കിയായില്ലേ, അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചിന്നുവിൻ്റെ മടിയിൽ ഇരുത്താണ്ട് ചിന്നു കരയാണ് കേട്ടോ. മുയലിനെ ഇതാ കണ്ടോ,
നോക്കട്ടെ ചിന്ന. പഠിക്ക്. ഓളെ മടിയിലൊന്ന് വെച്ചോട്ടെ. ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഒന്നും കൂടെ കുറുകി വരാനുണ്ട്. അങ്ങനെ പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ, അത് ഏകദേശം ആയി തുടങ്ങി. അതിൻ്റെ ഇടയിൽ മീൻ വറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിന്നിനൊരു പാട്ട് പാടുന്നുണ്ട്, സ്കൂളിൽ നിന്ന് പഠിച്ചത് അത്ര. അപ്പോൾ ഒന്ന് കേട്ടു നോക്കൂ. അങ്ങനെ ഇന്നത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ കഴിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും ഒരുപാട് സമയമായി. അങ്ങനെ പുട്ടും മീൻകറിയും മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.